20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പഞ്ചാബിൽ വലിയൊരു ഉണർവ് നടക്കുകയുണ്ടായി. അതിന് കാരണക്കാരനായ മനുഷ്യനായിരുന്നു ജോൺ നെൽസൺ ഹൈഡ്. അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1892 അദ്ദേഹം ക്രമേണ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പേരാണ് പഞ്ചാബ് പ്രയർ യൂണിയൻ. അതെ, പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് പ്രേയിങ് ഹൈഡ്. അതെ, കുറച്ചു മാത്രം ഉറങ്ങി കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള, അസാധാരണമായ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യൻ. പ്രാർത്ഥനയും ഉപവാസവുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. തുടർന്ന് 1904 ആയപ്പോഴത്തേക്കും സിയാൽകോട്ട് ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നു. കൂട്ടമാനസാന്തരം ആ കൺവെൻഷനിൽ സംഭവിക്കുന്നു. അനവധി പേർ കർത്താവിലേക്ക് കടന്നു വരുന്നു, രക്ഷിക്കപ്പെടുന്നു. അതെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ അന്നേ ദിവസം അവിടെ സംഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനായിരുന്നു: ആത്മാക്കളെ തന്നാട്ടെ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അദ്ദേഹം തുടക്കത്തിൽ ദിവസവും 2 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം ദിവസം 4 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതും അദ്ദേഹത്തിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സ്വർഗം സഹായിച്ചു. അസാധാരണമായ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യൻ. അദ്ദേഹം ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞതാണ് വെയിൽസിലൊരു ഉണർവ് നടക്കും, അസൂസ സ്ട്രീറ്റ് US ഒരു അസൂസ സ്ട്രീറ്റ് റിവൈവൽ സംഭവിക്കുമെന്നൊക്കെ അദ്ദേഹം ആത്മാവിൽ കണ്ട് പ്രവചിച്ച് പറഞ്ഞതാ. പിൽക്കാലത്ത് അതങ്ങനെ തന്നെ സംഭവിക്കുകയുണ്ടായി. കേവലം 46 വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ അദ്ദേഹം ജീവിച്ചത്. ഇന്ത്യയിൽ അതേ സുവിശേഷ വേലയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെടുന്നു. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് US തിരികെ പോകുന്നു. നോർത്ത്ഹാംപ്ടണിലേക്ക് തിരികെ എത്തുന്നു. ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. 46 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചോളൂ. പക്ഷേ ആയിരുന്ന സമയം ദേശത്തെ ചലിപ്പിച്ച മനുഷ്യനാണ്. പ്രാർത്ഥന എന്തെന്ന് കാണിച്ചു തന്നൊരു മനുഷ്യനാണ്. പ്രാർത്ഥനയിൽ ദേശങ്ങളെ ഇളക്കിയ മനുഷ്യനാണ്. അതെ, പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്തിന് തന്നെ ചലനം സംഭവിച്ചെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പ്രാർത്ഥനയ്ക്ക് അതേ സമയം ദൈവസന്നിധിയിൽ ചെലവഴിച്ച ഒരു മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി അതെ നമ്മെ സ്തോത്രം ഇടവിടാതെ പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ ദേശത്തിൽ ഒരു ഉണർവ് കാണുവാൻ സ്വർഗം ഇടയാക്കും. ഒരു ജോൺ ഹൈഡിനെ ആ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ സ്വർഗത്തിന് ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതെ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാവോ? പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിന് ദൈവം നിങ്ങളെയും ഒരു അസാധാരണമായ അഭിഷേകത്താൽ നിറച്ച് നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സ്വർഗം ഉപയോഗിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ. അതെ, നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ ദൂത് ശ്രവിക്കുന്നത്? ഇന്ത്യയിലാണോ അല്ലെങ്കിൽ മറ്റൊരു ദേശത്താണോ? എവിടായിരുന്നാലും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകലിലൊന്ന് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. വിശ്വസിച്ചാട്ടെ. പ്രാർത്ഥനയ്ക്ക് മലകളെ നീക്കുവാൻ ശക്തിയുണ്ട്. ആമേൻ സ്തോത്രം. വിട്ടുകൊടുക്കാമോ? തീരുമാനമെടുക്കാമോ? സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ചെറിയ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമച്ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടി അസാധാരണമായ പ്രവർത്തികൾ ആ ദേശത്ത് സംഭവിക്കട്ടെ. ഒരു ഉണർവിനായി ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളെ ഉപയോഗിച്ചാലും നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനത്താൽ ഇവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുക.